പിടിക്കപ്പെട്ട സീരിയൽ നടി ഒരു രാത്രിക്ക് 25,000 രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് 10 രാത്രി അന്യപുരുഷന്മാർക്ക് വേണ്ടി കിടക്കറ പങ്കിട്ടുപോയി എന്ന് പ്രിയപ്പെട്ടവരെ 25,000 രൂപ ഓരോ ദിവസം വെച്ച് പ്രതിഫലം വാങ്ങിയ സീരിയൽ നടിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ആ സീരിയൽ നടി ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ട് കള്ളക്കണ്ണീരെടുക്കുമ്പോ അവരുടെ മുമ്പിൽ നിന്ന് നിലവാരയിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സലാത്തമാറിയിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിന്റെ 27-ാമത് കട്ടിലിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ മുസല്ല കട്ടിലിനടിയിൽ കിടന്ന് ചിതലെടുക്കുമ്പോ ഈ വേഷങ്ങളാണ് പെൺകുട്ടികളുടെ കണ്ണീര് കണ്ടിട്ട് കണ്ണീര് തുറക്കുന്ന സംസ്കാര ശൂന്യമാണ് ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സമുദായത്തിൽ സഹോദരിമാര് മാറിപ്പോയത് ഒരുപാട് സങ്കടമുണ്ട്. പെങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പരിശുദ്ധമായ പരിപാവനമായ റമദാൻ മാസം കൊണ്ടുവരുമ്പോ ഒരിക്കലും എന്റെ സഹോദരിമാരിൽ പെട്ടുപോകരുത്. റമദാൻ മാസത്തിന് മുമ്പ് കുങ്കുമപ്പൂ തീരാൻ ഒരു സഹോദരി 101 രൂപ. ഏത് കുങ്കുമപ്പൂവാ? പാലിട്ട് പിടിക്കണ വെളുക്കാനുള്ള കുങ്കുമപ്പൂവല്ല, സീരിയല. കാരണം അച്ഛ വന്ന് കണക്ഷൻ ഊരിക്കൊണ്ടുപോയാൽ കുങ്കുമപ്പൂവിന്റെ ക്ലൈമാക്സ് അറിയാൻ കഴിയൂല. 27-ാമത് തീർന്നുപോയ ഇത്തിക്കാപ്പട. ചിലര് പറയും കുങ്കുമപ്പൂ തീർന്നിട്ട് നമ്മൾ നന്നായിക്കൊള്ള അവസ്ഥ രക്ഷയില്ല. കുങ്കുമപ്പൂ തീരുന്നതിന് 2-3 എപ്പിസോഡ് മുമ്പ് പരസ്യം വരും. കേരള മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ട് അവൻ വരുന്നു. മുല്ലപ്പൂ നിന്നെ കൊണ്ട് അള്ളാണ നിന്നെ കൊണ്ട് പോകും. ഒരു ഗത്യന്തരോ നിനക്ക് കിട്ടാൻ പോണില്ല. അതിന്റെ മുമ്പേ നിരീക്കരല്ലാതെ നിവർത്തിയില്ല. മക്കളെ നോക്കാൻ നേരമില്ല, മക്കളെ കുളിപ്പിക്കാൻ നേരമില്ല, മക്കൾക്ക് ആയും എയും ബിയും ഒന്നും എഴുതി കൊടുക്കാൻ നേരമില്ല. അതിനൊക്കെ ഇപ്പോൾ UKG എന്റെ മോൻ UKG പഠിക്കുന്നുണ്ട്. എനിക്കറിയാം എന്താണെന്നറിയോ, നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക് മക്കൾക്കില്ല. സ്കൂളിൽ നിന്ന് വന്നവന്റെ ബാഗ് എടുത്ത് വെച്ചിരിക്കും. അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താണെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയും പണം വരയ്ക്കാനുള്ളതൊക്കെ വാപ്പാരെ കൊടുക്കും. അങ്ങനെ ഞാൻ ചെല്ലുമ്പോ വാപ്പ 5 ആപ്പിൾ വരച്ചു തരാൻ പറഞ്ഞു. രാത്രി പ്രസംഗം കഴിഞ്ഞോട്ട് ആപ്പിള് അടി എഴുതുന്ന ആപ്പിളാണെന്ന് അല്ലെങ്കിൽ അറിയില്ല. അപ്പൊ ആപ്പിള് ഓറഞ്ചും മുന്തിരിയൊക്കെ വരയ്ക്കല്. അപ്പൊ ജോലി ആപ്പ് വറുത്ത് ഉമ്മ വറുത്ത് രാത്രി ഇങ്ങനെ പഠിച്ചോളണം. ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകളും. അപ്പൊ പഠിപ്പിക്കണ്ട, വരച്ചു കൊടുക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ സഹോദരിമാർക്ക് നേരമെവിടെയാ പ്രിയപ്പെട്ടവരെ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര വിലപ്പെട്ട സമയമാണ് പെങ്ങളെ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്ന മിസ്തറുണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറയുന്നത് 1-ാമത്തെ ആളായിരുന്നു എന്നറിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിചാരണയാണ് എന്നുള്ള ഒരു ആരോപണം നടന്നപ്പോ അതിന്റെ ഏറ്റവും അധികം പറഞ്ഞത് മിസ്തഹാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചിന്തിച്ചത്? അല്ലാഹ് എന്റേന്ന് മാസം പൈസ വാങ്ങി ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മോളെക്കുറിച്ച് അപവാദം പറയും. അടുത്ത മാസം പോലെ അവരിങ്ങ് വരട്ടെ, ഞാൻ വെച്ചിരിക്കാം, കൊടുക്കൂല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു, യാ അബൂബക്കർ സിദ്ദീഖ്, അല്ലോ അബൂബക്കറേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട് എന്ന് ചെല്ലാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി. എന്തിനാണ് ഈ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറേ, നീ മിസ്തവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ? അബൂബക്കറേ, കണ്ണീരൊഴുക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പ് വന്നിട്ട് പറയുന്നു, നബിയേ, അത് ഞാൻ മിസ്തഹമല്ലാതെ ലോകത്താരും അറിഞ്ഞിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറേ, നിർത്തിക്കളയില്ലേ, മിസ്തഹ് പാവപ്പെട്ടവനാണ്, സാധുവാണ്, രോഗിയാണ്, അവനെ ജോലി ചെയ്യാനുള്ള കഴിവും കൽപ്പമില്ലാത്തവനാണ്. അതുകൊണ്ട് നീ എടുക്കുന്ന സുരകയുണ്ടല്ലോ, അത് മിസ്തഹിന് വല്ലാത്ത ആശ്വാസമാണ്. അതുകൊണ്ട് അബൂബക്കറേ, അല്ലാഹു നമ്മുടെ സ്വർഗ്ഗലോകത്ത് നിനക്ക് ഒരുപാട് പ്രതിഫലം വാരിക്കോരി വെച്ചിരിക്കുമ്പോ നിന്റെ മോളെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് ആ സഹായം നീ നിർത്തല്ലേ. റസൂലുള്ളാഹിയുടെ കരം കവർന്നുകൊണ്ട്
വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ എത്രയാണോ എന്റെ മിസ്തറിന് കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ 2 ഇരട്ടി ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ പട്ടിണിയാണെങ്കിലും കൊടുക്കും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നിറങ്ങിപ്പോയെങ്കിൽ നമ്മൾ തീരുമാനിക്കും, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണേ. റസൂലുള്ളാഹിയുടെ പള്ളിക്കകത്ത് വന്ന ഒരു പാവപ്പെട്ടവർ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നബിയേ, യാത്ര ചെയ്ത് വന്നവനാണ്, മുസാഫിറാണ്, അതുകൊണ്ട് വിശക്കുന്നു റസൂലേ, ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു, സഹാബത്തേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അവരൊരു കാര്യം ചെയ്യണം. ആ ഒരു അൻസാരിയാണ് സഹാബി. ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ സദ്യ എന്ന് കേട്ടപ്പോ ചാടി എഴുന്നേറ്റ് പോയി. കാരണം എന്തെന്നറിയോ? ആദ്യം എഴുന്നേൽക്കുന്നവർക്ക് പവർ കൂടൂല റസൂലുള്ളാഹിയുടെ മുമ്പേ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചോദിച്ചാൽ അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റസൂലുള്ളാഹിയുടെ പ്രത്യേകമായ പ്രശംസയുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവൻ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ചാടി എഴുന്നേൽക്കുകയാ, യാ റസൂലല്ലാഹ്, സ്വർഗീയ വിരുന്ന് എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ ഇവിടെ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അയാൾ വിശന്നിരിക്കുകയാ, സ്വർഗീയ വിരുന്ന് ആവശ്യമുള്ളവർ അയാളെ കൊണ്ടുപോയിട്ടെന്ന് രാത്രി സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അൻസാരിയായ സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞുപോയി. റസൂലുള്ള കാണാതിരിക്കാൻ ആ കണ്ണീര് തുടച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ, എന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേഗം പോയി വാ. ആദ്യം ആ സഹാബി എഴുന്നേറ്റത് കൊണ്ട് പിന്നെ ഒരാളും എഴുന്നേറ്റിട്ടില്ല. ആ സ്വഹാബി വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? നമ്മൾ പോലും പട്ടിണിയാണെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എഴുന്നേറ്റതെന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞു, പെണ്ണേ, സ്വർഗീയ വിരുന്ന് വേണോന്ന് റസൂലുള്ള ചോദിച്ചപ്പോ ആരാണ് വേണ്ടെന്ന് പറയുന്നത്? പെണ്ണേ, എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ഭർത്താവേ, 2 പത്തിരിയാണ് എന്റെ കൈവശമുള്ളത്. അതെന്റെ പ്രിയപ്പെട്ട അടിമ മക്കൾ ഉണരുമ്പോ വിശപ്പ് സഹിക്കാനാകാതെ കരയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞപ്പോ ഈ സഹാബി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, അത് 2ഉം നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ. മക്കൾ ഉണരുമ്പോ എന്തെങ്കിലും പറഞ്ഞവരെ സമാധാനിപ്പിച്ചോ, പാട്ട് പാടിക്കൊടുത്തോ, കഥ പറഞ്ഞു കൊടുത്തോ. എന്നിട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു, സന്തോഷം കൊണ്ട് മനസ്സുവല്ലാതെ തുള്ളിച്ചാടുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ചെറ്റക്കൂടിലേക്ക് പാവപ്പെട്ടവരെ സൽക്കരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ പരിസരത്ത് വല്ല കൊട്ടാരം വെച്ചിട്ട് പള്ളിയിൽ വന്ന മുസാഫിറിനെ വീട്ടിൽ കൊണ്ടുപോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് നിസ്കാരം കിടന്നിറങ്ങിയോടാ മനസ്സുള്ളവരായി നമ്മൾ മാറല്ലേ. നമ്മുടെ നാട്ടിലെ കട്ടതയിൽ പിടിക്കുന്ന പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പൊരിഞ്ഞവരുമായി പൊട്ടിക്കറിയുന്ന പാവപ്പെട്ടവരുടെ മുന്നിൽ ബിരിയാണി നിന്ന് ഏമ്പക്കവും വിട്ട് നടന്നു പോകുന്ന ദുർഗുണം നമുക്കുണ്ടാവില്ലേ. ഈ മനുഷ്യരെയും കൊണ്ട് അൻസാരിയായ സഹാബി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉണർന്നുപോയ മക്കളുടെ താരാട്ട് പെട്ടിലേക്ക് കൈവച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയാ മക്കളെ ഉറക്കാ പാടുപെടുകയാ, ഉണർന്നൂനെ ഉണർന്നീരല്ലേ ഉറങ്ങീരല്ലേ കഥ പറയാ അഭിമാനേ അഭിരിയല്ലേ സുബർക്കത്തിന്റെ തെളിനീരല്ലേ
ഉറക്കുന്നതല്ല, സ്വസ്ഥമായിട്ട് മക്കളെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഉറക്കുന്നതല്ല. ഒരു രണ്ട് ഭക്ഷണത്തിന് വേണ്ടി പൊട്ടിക്കറിയുന്ന മക്കൾക്ക് അടുത്ത് ഭക്ഷണം ഇരിക്കുമ്പോ അരിമ മക്കൾക്ക് കൊടുക്കാതെ പള്ളിയിൽ വരുന്ന ഫക്കീറിന് കൊടുക്കാൻ വേണ്ടി മനസ്സിലാടുക്കുന്ന ഉമ്മ കഥ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അടിമ മക്കളെ വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർ രണ്ടുപേരും വന്നിരുന്നു. അതിന് ഒരേ നിർബന്ധമാ, നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട, നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. അയാൾ ഉടനകത്തേക്ക് പോയി പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ആകെ പ്രശ്നമായല്ലോ, രണ്ട് പത്തിരിയാണുള്ളത്, അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കും പെണ്ണേ, എന്നെ കൂടി ഇരുത്താറയാള് കഴിക്കൂലാന്ന് പറഞ്ഞിരിക്കുകയാ. ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ, സ്വർഗം കൊതിച്ചുപോയ ഭാര്യയാണ്, സ്വർഗം ആഗ്രഹിച്ചുപോയ ഭാര്യയാണ്, കുടുംബസമേതമല്ലാന്റെ സ്വർഗം പുൽകോ കൊതിയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവളാണ്. ഇവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് നിങ്ങള്, ഇവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങള്. ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആകെ നമുക്ക് അയാളുടെ മുന്നിൽ തെളിച്ചു വെക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചമൊന്ന് കെടുത്തി കളഞ്ഞോ, എന്നിട്ട് രണ്ടും വെച്ചിട്ട് രണ്ട് പാത്രം മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണമുള്ളത് ഫക്കീറിന്റെ മുമ്പിൽ വെക്കുക, ഭക്ഷണമില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് ഇരുട്ടായത് കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാന്ന് ഫക്കീർ അറിയില്ലല്ലോ. ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയെ മാറിപ്പിടർന്നുകൊണ്ട് പറഞ്ഞു, തന്നെ ഇതിനു വേണ്ടി അല്ലാഹു എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നാ അതാദവിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഫക്കീറിന്റെ മുമ്പിലേക്ക് പോയി ഭക്ഷണമില്ലാത്ത പാത്രം കൊണ്ടുവച്ച് കഴിക്കുന്ന പോലെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാ. എന്തോ ഒരു രംഗമാ, എന്തോ ഒരവസ്ഥയാ. അയാൾ അന്നത്തെ ദിവസം ഭക്ഷണം കഴിഞ്ഞ് താമസം കഴിഞ്ഞ് സുബഹിക്ക് പള്ളിയിലെത്തി. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഒരു സഹാബി വന്ന് പറയുകയാണ്, ഈ അൻസാരിയാണ് സഹാബിയോട്, ഇന്നലെ ആരാണ് അതിഥിയെ കൊണ്ടുപോയത്, അവനെ റസൂലുള്ളാഹി വിളിക്കുകയാ. ഇത് പറഞ്ഞപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്ന അൻസാരിയാണ് സഹാബിയുടെ കൈകാലുകൾ വിറയ്ക്കാൻ റസൂലുള്ളാഹി വഴക്ക് പറയാ, വിളിക്കുന്നതാണോ, അതിനെ വഞ്ചിച്ചു എന്ന് കുറ്റം ചുമത്താനാണോ, അതിലേക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് കുറ്റപ്പെടുത്താനാണോ? ഹൃദയവേദനയോട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ, ഇന്നലെ നീയാ അതിനെ സ്വീകരിച്ചത്, ഇന്നലെ നീയാ ഫക്കീറായ മനുഷ്യനെ സൽക്കരിച്ചത്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിന്റെ വിരുന്നൂട്ടാ, അല്ലാഹു നിന്നെ വിരുന്നൂട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് നിൽക്കാനാകാതെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇറങ്ങി ഓടുകയാ. തന്റെ ചെറ്റക്കുരയുടെ അകത്തേക്ക് പോയി അരിമ മക്കളെ വാരിയെടുത്ത് ചുംബിച്ചിട്ട് പറയുന്നു, മക്കളെ നിങ്ങൾ പട്ടിണി കിടന്നെങ്കിലെന്താ, നിങ്ങൾ ഒരു രാത്രി വിശപ്പടക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞെങ്കിലെന്താ, ഈ പ്രിയപ്പെട്ട എനിക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ള ആശ പോയിട്ട് നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾക്കും കുടുംബസമേതം അല്ലാഹുവിന്റെ സ്വർഗത്തില് ഭക്ഷണമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബി സന്തോഷിച്ചു പോയെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ പഠിക്കുന്നവരാകട്ടെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാകട്ടെ, ആ പള്ളികളിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഫക്കീറന്മാരാകട്ടെ, റമദാൻ മാസമാകുമ്പോ നമുക്ക് കാണാമല്ലോ, അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമയെ അല്ലാഹു സഹായിക്കുന്നത് ആ അടിമ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ്. റമദാൻ മാസം ദൂരയാത്രയൊക്കെ ചെയ്ത് ആരെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും മുസ്ലിം തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോകാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവാൻ. പണ്ട് രസകരമായ ഒരു സംഭവമുണ്ട്. കുഞ്ഞാലി മുസ്ലിം ഇതുപോലെ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ. അപ്പൊ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോവാ, ഫക്കീർ ഉള്ളതുകൊണ്ട്. ഞാൻ മുസ്ലിം നാട്ടുകാരുടെ ഗുണം മൊത്തം മനസ്സിലായി. നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു, ഉസ്താദേ അങ്ങനെ നമ്മുടെ കാര്യം വല്ലതും ഉണ്ടോ, ഭക്ഷണം കഴിക്കാൻ യാത്ര ചെയ്ത് വന്നതാ,
അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഭക്ഷണം. ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഭക്ഷണം. ഇന്നിവിടെ ഉസ്താദ് ഭക്ഷണം, ഇന്ന് സംസം ഹോട്ടലിൽ, നാളെ മുബാറക് ഹോട്ടലിൽ. ഓക്കെ. പണ്ടങ്ങനല്ലേ ഇബ്രാഹിം ഹാജിയുടെ വീട്ടിൽ നിന്നും മമ്മക്കണ്ണ ഹാജിയുടെ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. ഇന്നിപ്പോ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം. അപ്പോ ഇന്ന് ആകെ ഒരു 30 രൂപ ഉള്ളൂ. അതിന് ഞാനും വലിയ സാഹിബ് നമ്മൾ 2-3 പേരുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇവിടെ വീട്ടിൽ നിന്നുണ്ടോ? വീട്ടിൽ നിന്നാണ്. അൽഹംദുലില്ലാഹ്. വീടുകളിൽ നിന്ന് ഭക്ഷണമുള്ള പള്ളികൾ ഇന്ന് കുറവാണ്. എല്ലാ സ്ഥലത്തും ക്യാൻറ്റീനും 2 മുരിങ്ങയ്ക്ക തോരനും ഒരു മരിച്ചീനി വെച്ചുള്ള കപ്പ അല്ലേ? കപ്പ തന്നെ പറയാം പറഞ്ഞു തന്നെ വളർച്ചോ. അവസാനം ഞാൻ പെട്ടുപോകും. കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് ചേർക്കള അബ്ദുള്ളാഹ് നടന്ന പ്രസംഗത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവർ പറഞ്ഞതാ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൊഴുവുണ്ടെന്ന്. ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു പേരാ. അപ്പോൾ അങ്ങനെയാണ് ഈ കൊഴുവ ഫ്രൈവറ്റ് കൊണ്ടുവച്ചെന്താണെന്നറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ്. നെത്തോലി എവിടെ നാട്ടില് ഞാനിതൊന്നും എന്റെ ശരിയാണെങ്കിൽ ആളുകൂലിയാണ് സംഭവം പ്രശ്നമാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറയാം നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പണി വേണം, ആൾക്കാർക്ക് പണി കൊടുക്കണം, നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ പണിയൊന്നും. ഭാര്യയ്ക്ക് ഇങ്ങനെ ദേഷ്യമായി. എവിടെയെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യമാണ്. കാരണം നമ്മളുണ്ടാക്കണേ. അതുകൊണ്ട് നമ്മള് ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിലേക്ക് പോയി വിശാലമായി ഭക്ഷണം കഴിച്ച് ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും, ഇക്ക വന്നിട്ട് കഴിക്കാൻ. ഉടനെ ഇക്ക ഇങ്ങനെ കയറി വരും, പലത് ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഭാര്യ എല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജ് ഉണ്ടല്ലോ, എത്ര ദിവസമാണ് ഒന്നിനും ചൂടാക്കാൻ കഴിക്കുക. അങ്ങനെ അവിടെ ഇപ്പാപ്പാരെ വരെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കല്യാണത്തിന് മക്കളുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇതിന്റെ അറസിന് കണ്ടുകൊണ്ടിട്ടിരുന്ന റെഡിയാവും. ആ രീതിയിലൊക്കെ ഇപ്പൊ നമ്മളെന്താ കണ്ടത്? സുബ്ഹാനല്ലാഹ്, വരാൻ പോണല്ലേ ഉള്ളൂ. വരുന്ന ദിവസങ്ങൾ അതൊക്കെ കാണാം. അള്ളാഹു കാക്കട്ടെ നമ്മുടെ നാടിനൊക്കെ. അപ്പൊ ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അപ്പൊ ഭാര്യ പറയും കഴിക്കില്ല. ഭർത്താവ് ഇന്ന് കഴിച്ചു പോയ ഷവർമ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരെ റളിയല്ലാഹു അൻഹു പറയാം സഹാബത്തിന്റെ വരുന്നില്ല, ഭക്ഷണത്തിന്റെ വര. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് വല്ലതും കുത്തി ഇങ്ങനെ കിടക്കുമ്പോൾ ഭാര്യ വിശന്ന വയറുപാട്ടി ഇങ്ങനെ അടുത്ത് കിടക്കാം. എന്തൊരു കുടുംബജീവിതത്തിന്റെ സ്നേഹവും ആലോചിച്ച് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. ഭർത്താക്കന്മാരെ കഴിക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നു വെച്ചാലോ ഞാനിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കാം, നീ ചായ കുടിച്ചായിരുന്നു? ഭാര്യ എന്ത് പറ്റി ഇങ്ങനെ വിളിയല്ലോ. ഇന്ന് നിങ്ങൾ രാത്രി അങ്ങോട്ട് പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ തക്കയുടെ കയറി 2 ദോശ ഓംപ്ലേറ്റ് കഴിച്ചിട്ട് പോയാൽ വിശക്കല്ല. അയാൾ